ഷഡ്ഡി കാണുന്ന പാവാട ഇട്ടുകൊണ്ട് സ്കൂളിൽ വരുന്ന സ്ത്രീകളോട് ഞാൻ പറയും. അപ്പൊ സ്ത്രീകൾ എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം? സ്ത്രീകൾ എങ്ങനെയുള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് കംഫർട്ടായിട്ടുള്ള വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത് അവർ ഒരിക്കലും അവരുടെ ശരീരത്തെ, സ്ത്രീ പുരുഷന്റെ കാര്യത്തിലും കൂടെ വരാം, സ്ത്രീ ആക്കണ്ട. സ്ത്രീകള് സ്വന്തം ശരീരത്തെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഈ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ലൈംഗികതാചര്യം പിടിച്ചവരുടെ മുമ്പിൽ തുണി ഉരി കാണിക്കുന്നതിനോടാണ് എനിക്ക് യോജിപ്പില്ലാത്തത്. ഈ ബിൻഷാന്റെ മുന്നിൽ വന്നിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിലൊരു തോന്നുന്നില്ല. നിങ്ങളിവിടെ ബിക്കിനി ഇട്ടുകൊണ്ടിരുന്നാൽ ഞാൻ കുറ്റം പറയും. കാരണം ഈ വീഡിയോ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള ഇന്ന് എല്ലാവരും കയ്യിൽ മൊബൈലുണ്ട്. 15 വയസ്സുള്ളത്, 20 വയസ്സുള്ളത്, 50 വയസ്സുള്ള എല്ലാവരും കൂടെ കാണുന്നത്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ ഇടങ്ങളിൽ വന്നിട്ട് ഷഡ്ഡി കാണുന്ന പാവാട ഇട്ടുകൊണ്ട് സ്കൂളിൽ വരുന്ന സ്ത്രീകളോട് ഞാൻ പറയും, എനിക്കത് ഒരു കംഫർട്ടായിട്ട് തോന്നുന്നില്ല. അവർക്ക് കംഫർട്ടാണെങ്കിൽ അത് കാണിക്കേണ്ടത് അങ്ങനെയുള്ള വെസ്റ്റേൺ കൺട്രികളിൽ പോയി കാണിക്കട്ടെ, അല്ലെ അങ്ങനത്തെ ലോകത്ത് പോയി കാണിക്കട്ടെ. ഇവിടെ കാണിക്കുന്നതോട് എനിക്ക് യോജിപ്പില്ല. അത് ഞാൻ പറയുക തന്നെ ചെയ്യും. അതിനപ്പുറത്തേക്ക് ഒരു ബിക്കിനി ഇട്ടുകൊണ്ട് ബീച്ചിൽ ഇറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. അതാണ് ഞാൻ പറയുന്നത്. ഇല്ല, പറ്റത്തില്ല. അതിന് ചോദ്യം ഞാൻ പറയും, ബിക്കിനി ഇട്ടുകൊണ്ട് നിങ്ങൾ അല്ല പറതിട്ടുണ്ട് കടലിൽ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാം. ഞാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, എന്റെ അടുത്ത് എന്ത് ധരിക്കണം. നമുക്ക് ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയ നോക്കി അറിയാം. പണ്ട് പാട്ട് വീഡിയോ, റീൽസ് വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പല പെൺപിള്ളാരും ഇന്ന് അവരുടെ തുണിയുടെ അളവ് കുറച്ചു. പലരും അറിയാം, പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് ശരിയാവത്തില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ തുണി കുറഞ്ഞു കഴിഞ്ഞാൽ ആള് കൂടും.